കേരളത്തിലെ 30% വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ടാവും. ഇവനിത് പറഞ്ഞത് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന തീവ്ര വർഗീയത കൊണ്ടാണെന്നും അതുകൊണ്ട് ഇവനെ നമ്മൾ വിശ്വസിക്കരുതെന്നും ഇവനെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്ലാനാണ് ആക്ച്വലി ഈ പല ആൾക്കാരെയും സത്യം പറയുന്നവരെ സംഖ്യയാക്കി മുദ്രകുത്തുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മളൊരു ശരിയായ നിലപാട് സ്വീകരിച്ചാൽ എനിക്കിപ്പോഴും ആക്ച്വലി സംഗീതം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല കേട്ടോ, റിയലായിട്ട് അറിയത്തില്ല. ഇവരുദ്ദേശിക്കുന്നത് RSSൽ പ്രവർത്തിക്കുന്ന ഒരാളാണോ സംഘി, അതല്ല BJPയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണോ സംഘി, അതല്ല ഹിന്ദു വർഗീയത പറയുന്ന ഒരാളാണോ സംഘി, ഇതൊക്കെ ചോദിച്ചാൽ ഇതിലൊന്നും നിലവിൽ എന്തായാലും ഇപ്പം ഞാൻ പെടുന്ന ഒരാളല്ല. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തെ ആക്രമിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു പ്ലാനാണത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുവനെ സംഖ്യയാക്കപ്പെടുമ്പോൾ കേരളത്തിലെ 30% വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ടാവും. ഇവനിത് പറഞ്ഞത് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന തീവ്ര വർഗീയത കൊണ്ടാണെന്നും അതുകൊണ്ട് ഇവനെ നമ്മൾ വിശ്വസിക്കരുതെന്നും ഇവനെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്ലാനാണ് ആക്ച്വലി ഈ പല ആൾക്കാരെയും സത്യം പറയുന്നവരെ സംഖ്യയാക്കി മുദ്രകുത്തുന്നത്. കാര്യം അങ്ങനെ മുദ്രകുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും സത്യം തുറന്നു പറയത്തില്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മോദി ചെയ്യുന്നൊരു നല്ല, ഇപ്പം പ്രേമേന്ദ്രനെ സംഖ്യ എന്ന് വിളിക്കുന്നില്ലേ, VD സതീശനെ പലപ്പോഴും സംഖ്യ എന്ന് വിളിച്ചിട്ടില്ലേ, രമേശ് ചെന്നിത്തല പലപ്പോഴും സംഖ്യ എന്ന് വിളിച്ചിട്ടില്ലേ, ശശി തരൂരിനെ സംഖ്യ എന്ന് വിളിച്ചിട്ടില്ലേ. ഇവിടെ ആരാണ് സംഖ്യ അല്ലാത്തത്? കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് നരേന്ദ്രമോദിജിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു മോദി ഭരണത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന്. നാളെ മുതൽ അദ്ദേഹം സംഖ്യയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ വിളി എന്ന് പറയുന്നത് എന്ത് കാരണം? അതേസമയം ഒരാൾ പറയുകയാണ് നീ മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിച്ച് കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത് വിഷമമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ മനുഷ്യനെ ഒന്നായി കാണാനും മതത്തെക്കാൾ ഉപരി ഈ നാടിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.